ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അച്ചൂസ് ലീനിൽ. അപ്പം ഞങ്ങൾക്ക് കോഴിക്കോട് നിന്ന് പാലക്കാടേക്കായിരുന്നു ട്രെയിൻ. അപ്പോൾ 8:30 ആയതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് നേരെ വേഗം ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിലെത്തി, കാറിൽ നിന്ന് ലഗേജൊക്കെ ഇറക്കി. അവർ കാറ് പാർക്ക് ചെയ്ത് വരുന്നവരെ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ഞങ്ങൾ. പിന്നെ പാർക്കിങ് കുറച്ച് ദൂരെ ആയിരുന്നുകൊണ്ട് അവർ വരാൻ കുറേ സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ടൈം ഇങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോയി. പിന്നെ ഞങ്ങൾ കുറച്ച് പട്ടിഷോയൊക്കെ ഇട്ട് ഞങ്ങളവിടെ അങ്ങനെ കുറച്ച് നേരം നിന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ ഉള്ളിലേക്ക് കയറി. അങ്ങനെ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് നടക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ പ്ലാറ്റ്ഫോം 4 ആയിരുന്നു. അപ്പോൾ കുറച്ച് തോനെ നടക്കാനുണ്ടായിരുന്നു. പിന്നെ ഇത് ഞങ്ങളുടെ ട്രെയിനല്ല, വേറൊരു ട്രെയിൻ വരുമായിരുന്നു. ഞങ്ങൾ അതിൻ്റെ വീഡിയോ ജസ്റ്റ് അങ്ങനെ വെറുതെ ഒന്ന് എടുത്തതേ ഉള്ളൂ. പിന്നെ ആ ട്രെയിനും വന്നതുപോലെ പോയി കേട്ടോ. പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പിന്നെ ഞങ്ങളുടെ ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റ് കിട്ടും. ഞങ്ങൾ ട്രെയിനിനുള്ള വെയിറ്റിംഗ് ആയിരുന്നു. സോ ഫൈനലി ട്രെയിൻ വന്നു. എല്ലാവരും ഇങ്ങനെ ട്രെയിനിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ടായിരുന്നു കയറാൻ വേണ്ടിയിട്ട്. ഞങ്ങളും കയറി. പിന്നെ ഏട്ടനായിരുന്നു കൊണ്ടാക്കാൻ വന്നത്. ഏട്ടൻ അവിടെ ടാറ്റയൊക്കെ തരുന്നുണ്ട്. ഏട്ടൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളവിടെ ഇങ്ങനെ ഇരുന്നു. 2.5 മണിക്കൂർ ഇരിക്കേണ്ടത് കൊണ്ടും പിന്നെ വയറിൻ്റെ വേവലാതി പരിഗണിച്ചുകൊണ്ടും ഞങ്ങൾ ഹെൽത്തി ആയിട്ട് അങ്ങ് കഴിച്ചു തുടങ്ങി. പിന്നെ ഞങ്ങൾ കയറിയ ട്രെയിൻ മംഗലാപുരം ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിലായിരുന്നു ട്രെയിൻ പോയത്. വളരെ വേഗത്തിൽ ഞങ്ങൾ തിരൂരെത്തി. കോഴിക്കോട് നിന്ന് 1/2 മണിക്കൂർ കൊണ്ടാണ് ഞങ്ങൾ തിരൂരെത്തിയത്. പിന്നെ അവിടെ നിന്നും വണ്ടിയെടുത്തു. പിന്നെ ഞങ്ങൾ കുറച്ച് സമയം വീണ്ടും വെറുതെ ഇരുന്നു. അങ്ങനെ വെറുതെ ഇരുന്നപ്പോഴാണ് വയറ്റിൽ നിന്നും അടുത്ത വിളി വന്നത്. അങ്ങനെ ഷൊർണൂർ എത്തിയത് കൊണ്ട് തന്നെ ഹെൽത്തിനെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. ചെറുതായി ചായയും പത്തിരിയും കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു കുട്ടിയെ ഞങ്ങൾ ശ്രദ്ധിച്ചത്. പിന്നെ അവനുമായി കളിച്ചിരുന്ന സമയം പോയതേ അറിഞ്ഞില്ല. ഫസ്റ്റൊക്കെ ആൾ ഞങ്ങളോട് ഒരു സ്ട്രേഞ്ചറോട് ബിഹേവ് ചെയ്യുന്ന പോലെ തന്നെയാണ് നിന്നത്. പിന്നെ ഞങ്ങൾ 2 ചോക്ലേറ്റൊക്കെ കൊടുത്ത് ആളെ ഒന്ന് സെറ്റാക്കി എടുത്തു. അതിനുശേഷം ആശ ഞങ്ങളോട് നല്ല കളിയായിരുന്നു. പിന്നെ ടൈം പോയതേ അറിഞ്ഞില്ല. പിന്നെ ഞങ്ങൾ പാലക്കാട് സ്റ്റേഷനിലെത്തി. ഞങ്ങളുടെ ഭാണ്ഡങ്ങളെല്ലാം എടുത്തു വെച്ച് കൊതിച്ച വണ്ടി കാത്തിരിക്കുമ്പോഴാണ് ഗൈസ് വേറൊരു ട്രെയിൻ. ഇതെന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഗൈസ്? അറിയെങ്കിൽ കമൻറ്റ് ബിലോ. പിന്നെ ഞങ്ങളുടെ ട്രെയിൻ വരാൻ വേണ്ടി കുറച്ചുകൂടെ സമയമുള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ച് റീൽസും ഷോർട്സും ഒക്കെ എടുത്തു. അങ്ങനെ ആ കോപ്രായങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും നനച്ച വണ്ടി വന്നു ഗൈസ്. പിന്നെ ഞങ്ങളുടെ സീറ്റ് AC ആയിരുന്നു. ഞങ്ങൾ കയറുമ്പോഴേക്കും ടൈം ലേറ്റ് ആയതുകൊണ്ട് എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആരെയും ഡിസ്റ്റർബ് ചെയ്യാതെ വേഗം ഫ്രഷപ്പായി ഞങ്ങളും ഉറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.